നമസ്കാരം. ഇന്ന് നമ്മൾ മേടമാസത്തിലെ സമ്പൂർണ്ണ ഫലമാണ് മനസ്സിലാക്കുന്നത്. ഏപ്രിൽ 14 മുതൽ മെയ് 14 വരെ നീണ്ടു നിൽക്കുന്ന ഈ 31 ദിവസത്തെ മേടം മുതൽ മീനം വരെയുള്ള 12 രാശികളുടെയും ഫലമാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ഗ്രഹനില അനുസരിച്ച് മാസാരംഭത്തിൽ ബുധൻ, ശുക്രൻ, ശനി, രാഹു എന്നിങ്ങനെ ഗ്രഹങ്ങളുടെ ഒരു യോഗം നമുക്ക് മീനരാശിയിൽ കാണാൻ സാധിക്കും. സൂര്യൻ മേടരാശിയിലും വ്യാഴം ഇടവരാശിയിലും ചൊവ്വ കർക്കിടകത്തിലും കേതു കന്നിരാശിയിലുമായിട്ടാണ് തുടക്കത്തിൽ സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ മേടമാസത്തിൽ പ്രധാന ഗ്രഹങ്ങൾക്ക് ചില മാറ്റങ്ങൾ സംഭവിക്കുന്നതിലൂടെ ശുക്രനും ശനിയും മീനത്തിൽ തുടരുമ്പോൾ ബുധൻ മേടരാശിയിലേക്ക് സൂര്യനൊപ്പം ചേർന്ന് ആ ഒരു ബുധാദിത്യ യോഗം സംജാതമാകും. രാഹു കുംഭരാശിയിലേക്ക് സംക്രമിക്കും. കൂടാതെ ഏപ്രിൽ 27 കർത്തവാവും മെയ് 12 വെളുത്ത വാവും ഈ മാസത്തിൽ കടന്നു വരുന്നുണ്ട്. ഈ ഒരു ഗ്രഹങ്ങളുടെ സ്വാധീന ഫലമായി മേടമാസത്തിൽ ഓരോ കൂറുകാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് അവരെ കാത്തിരിക്കുന്നത് എന്ന് ഈ വീഡിയോയിൽ ഇനി സവിസ്തരം മനസ്സിലാക്കാം. ആദ്യമായി മേടരാശിയാണ്. അശ്വതി, ഭരണി, കാർത്തിക കാല് ചേരുന്ന ആ ഒരു രാശി വിഭാഗമാണ് മേടരാശി. ഈ മാസം നിങ്ങൾക്ക് ഊർജ്ജസ്വലതയോടും നേതൃത്വ ഗുണത്തോടും കൂടി പ്രവർത്തിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. പല മേഖലകളിലും ആ ഒരു നേതൃത്വ നിരയിലേക്ക് എത്തിപ്പെടുവാൻ നിങ്ങൾക്ക് ഈ മാസം സാധിക്കും. അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയ ആത്മവിശ്വാസം, ആത്മവീര്യം ഈ മാസത്തിൽ നിങ്ങൾക്ക് വീണ്ടെടുക്കുവാൻ സാധിക്കും. ആ ഒരു മനസ്സിന് ധൈര്യവും മനസ്സിന് ശക്തിയും ഈ ഒരു മാസം കൈവന്നു ചേരും എന്നുള്ളതാണ്. ഇനി ജീവിതത്തിൽ ചില സുപ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഈ മാസം നിങ്ങൾക്ക് എടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ തൊഴിൽ രംഗത്ത് പുതിയ ഉത്തരവാദിത്വങ്ങൾ നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വരും. ആ ഒരു തൊഴിൽ മേഖലയിലൊക്കെ ഒരു നേതൃത്വ പദവിയിലേക്ക് മാറാൻ ഈ മാസത്തിൽ മേടരാശിക്കാർക്ക് ഗ്രഹങ്ങൾ അനുകൂലമാണ്. ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുള്ളത് തുടക്കത്തിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലും പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. സന്തോഷവും സ്നേഹവും നിങ്ങൾ നിലനിർത്താനും ശ്രമിക്കുക. എന്തായാലും ഈ മാസത്തിൽ ചില സംരംഭങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ തുടക്കമാകും. ഗൃഹനിർമ്മാണമായിരിക്കാം, പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കുന്നതായിരിക്കാം. എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കും. ഇത് നിങ്ങളുടെ കരിയറിൽ ഒരു വൻ വഴിത്തിരിവിന് തന്നെ കാരണമായി തീരും എന്നുള്ളതാണ്. അടുത്തതായിട്ട് ഇടവരാശിക്കാർ ശ്രദ്ധിക്കൂ. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ, രോഹിണി, മകയിരത്തര അല്ലെങ്കിൽ മകയിരം നക്ഷത്രത്തിൻ്റെ ആദ്യ 2 പാദങ്ങൾ ചേരുന്ന ഇടവരാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം പൊതുവെ വളരെ അനുകൂലമായ ഒരു സമയമാണ്. ഭാഗ്യം നിങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടാകും. പല ഭാഗ്യാനുഭവങ്ങളും ഈ ഒരു മേടമാസം ഇടവരാശിക്കാർക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും എന്നുള്ളതാണ്. ചില സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഈ ഒരു മാസത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള ചില സാമ്പത്തിക നേട്ടങ്ങളും വരുമാനങ്ങളൊക്കെ തന്നെ ഈ ഒരു മേടമാസത്തിൽ നിങ്ങൾക്ക് തുറന്നു കിട്ടും, ലഭിക്കും. അതുപോലെ തന്നെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്തുവാൻ സാധിക്കും. പിണങ്ങിയിരുന്ന ബന്ധുക്കളൊക്കെ തന്നെ നിങ്ങൾക്ക് അനുകൂല അവസ്ഥയിലേക്ക് വരുന്നതാണ്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് മികച്ച പ്രകടനം ഈ ഒരു മാസം കാഴ്ചവെക്കുവാൻ കഴിയുന്നതാണ്. പരീക്ഷാ വിജയമുണ്ടാകും. ആഗ്രഹിച്ച കോഴ്സുകൾക്കൊക്കെ തന്നെ നിങ്ങൾക്ക് പോകുവാനും സാധിക്കുന്നതാണ്. ചില യാത്രകൾ ചെയ്യുന്നതിനുള്ള അവസരങ്ങളും നിങ്ങൾക്ക് വീണ് കിട്ടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആരോഗ്യപരമായ കാര്യങ്ങളിലും തീർത്തും ആരോഗ്യദായകമായ ഒരു മാസമായിട്ട് ഈ മേടമാസം പോകും. എന്തുകൊണ്ടും ഇടവരാശിക്കാർക്ക് ഈ മാസം വളരെ സൗഭാഗ്യദായകമായിരിക്കും. നിങ്ങൾക്ക് ലഭിക്കുന്ന സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിലവാരത്തെ തന്നെ ഉയർത്തും എന്നുള്ളതാണ്. ലോട്ടറി ഒക്കെ എടുക്കുന്ന ആളുകളുണ്ട് എങ്കിൽ ഈ ഒരു മാസം നിങ്ങൾക്ക് അനുകൂലമാണ് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അടുത്തത് മിഥുനരാശിക്കാരാണ് അല്ലെങ്കിൽ മിഥുനക്കൂറുകാരാണ്. മകയിരത്തിൻ്റെ അവസാനത്തെ അര, തിരുവാതിര, പുണർദം, മുക്കാല് ചേരുന്ന ആ ഒരു രാശിയാണ് മിഥുന രാശി എന്ന് പറയുന്നത്. ഈ മാസം
മിഥുനരാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ തൊഴിൽ രംഗത്ത് കൂടുതൽ ശ്രദ്ധ അല്ലെങ്കിൽ കഠിനാധ്വാനം ഒക്കെ വേണ്ടി വരുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങളുടെ തൊഴിൽപരമായ കാര്യങ്ങളിൽ നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധ പുലർത്തേണ്ടതാണ്. അതുപോലെ തന്നെ സഹപ്രവർത്തകരുമായിട്ട് നല്ല ബന്ധം നിലനിർത്തുവാനായിട്ട് ശ്രദ്ധിക്കുക. അവരോട് അനാവശ്യമായിട്ട് വഴക്കിനോ അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ജോലി ചെയ്യുന്നവരോട് തട്ടിക്കയറുവാനോ ഒന്നും പാടില്ല. അവരുടെ ആ ഒരു കടാക്ഷവും അവരുടെ ആ ഒരു സ്നേഹവും പ്രീതിയും പിടിച്ചുപറ്റി തന്നെ നിങ്ങൾ നിൽക്കുക എന്നുള്ളതാണ്. പുതിയ തൊഴിലിനായിട്ട് ശ്രമിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ ഈ മാസം ലഭിക്കാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങൾക്ക് നിലവിൽ ജോലിയൊന്നുമില്ല അല്ലെങ്കിൽ പുതിയ അവസരങ്ങൾക്കായിട്ട് നിങ്ങൾ തിരയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള സാധ്യതകളൊക്കെ തന്നെ ഈ ഒരു മാസം തെളിഞ്ഞു കിട്ടും എന്നുള്ളതാണ്. സാമ്പത്തികപരമായ കാര്യങ്ങളിലും മിഥുന രാശിക്കാർക്ക് കുറച്ച് ശ്രദ്ധ പുലർത്തേണ്ടുന്ന, കരുതൽ കൊടുക്കേണ്ടുന്ന ഒരു സമയമാണ്. അനാവശ്യമായിട്ടുള്ള വാഗ്ദാനങ്ങളൊന്നും ആർക്കും കൊടുക്കാതിരിക്കാം. ധനപരമായ കാര്യങ്ങളിൽ കൃത്യതയും സൂക്ഷ്മതയും കണക്കും നിങ്ങൾ വെച്ച് പുലർത്തുക. ആരോഗ്യപരമായ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ആശയവിനിമയത്തിലും നിങ്ങൾ ശ്രദ്ധ പുലർത്തുക. മറ്റുള്ളവരോട് സംഭാഷണം ചെയ്യുന്ന സന്ദർഭത്തിൽ വാക്കുകളെ കൃത്യമായി ശ്രദ്ധിച്ച് മാത്രം ഉപയോഗിക്കുക. ഈ ഒരു മേടമാസത്തിൽ നിങ്ങളുടെ ബുദ്ധിപരമായ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ തൊഴിൽപരമായ മേഖലയിൽ നേരിടുന്ന വെല്ലുവിളികളെ നിങ്ങൾക്ക് അതിജീവിക്കുവാൻ തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ളതാണ്. ബുദ്ധിപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുവാൻ ഉറപ്പായും ഈ ഒരു മാസത്തിൽ സാധിക്കുന്നതാണ്. അടുത്ത രാശി കർക്കിടക രാശിയാണ്. പുണർദം, കാല്, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ ചേരുന്ന ആ ഒരു രാശിയാണ് കർക്കിടക രാശി. ഈ മാസം കുടുംബ അംഗങ്ങളുമായിട്ട് കൂടുതൽ സമയം ചിലവഴിക്കുവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. കുടുംബ അംഗങ്ങളോട് സ്നേഹവും കരുണയും സഹകരണവും വെച്ച് പുലർത്തുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. കുടുംബാംഗങ്ങളോട് അനാവശ്യമായി തർക്കത്തിലോ വഴക്കിലോ ഏർപ്പെടാതിരിക്കാനും പ്രത്യേകമായി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയും അതിനൊപ്പം നിൽക്കാനും ശ്രദ്ധിക്കുക. മറ്റൊന്ന് പറയുന്നത്, ഈ സാമ്പത്തിക കാര്യത്തിൽ കൃത്യമായ ശ്രദ്ധയും നിയന്ത്രണവും വേണം എന്നുള്ളതാണ്. അനാവശ്യമായിട്ട് ധനം ചിലവഴിക്കാതിരിക്കുക, ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞാൽ കടം കൊടുക്കാതിരിക്കാം. അതുപോലെ തന്നെ മറ്റാരെങ്കിലും കടം വാങ്ങുന്നിടത്ത് മധ്യസ്ഥത നിൽക്കാതിരിക്കാം. സാമ്പത്തിക കാര്യത്തിൽ ഈ വിധം ശ്രദ്ധ നിങ്ങൾക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ പുതിയ ഏതെങ്കിലുമൊക്കെ കാര്യത്തിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മേടമാസം അത് ഒഴിവാക്കുകയാണ് കുറച്ച് ഉത്തമമായിട്ടുള്ളത്. അതുപോലെ തന്നെ ആരോഗ്യകാര്യത്തിലും പ്രത്യേക ശ്രദ്ധ ആവശ്യമായിട്ടുണ്ട്. അനാവശ്യമായ ദേഷ്യമൊക്കെ ഒന്ന് ഒഴിവാക്കാം. അതുപോലെ തന്നെ എടുത്തു ചാടിയുള്ള തീരുമാനങ്ങളൊന്നും എടുക്കാതിരിക്കാം. ഒരല്പം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു മാസമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ക്ഷമയും സഹനശക്തിയും ഉണ്ട് എങ്കിൽ ഈ ഒരു മാസത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും നിങ്ങൾക്ക് നിലനിർത്തുവാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ സാമ്പത്തികപരമായ കാര്യത്തിൽ നിങ്ങൾ ദുർവ്യയം ചെയ്യില്ല എന്നുണ്ടെങ്കിൽ സാമ്പത്തികമായ മുന്നേറ്റം ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് കൈവന്നു ചേരുന്നതാണ്. അടുത്തത് ചിങ്ങരാശിയാണ്. മകം, പൂരം, ഉത്രം, കാല് ചേരുന്ന ആ ഒരു രാശിയാണ് ചിങ്ങരാശി. ഈ മാസം നിങ്ങൾക്ക് പൊതുവിൽ ചില നല്ല അനുഭവങ്ങൾ കൈവന്നു ചേരുന്നതാണ്. നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ തിരിച്ചറിയുന്ന ഒരു സന്ദർഭം ഉണ്ടാകും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ കായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കുന്ന ഒരു മാസമാണ്. ഇനി അതല്ല എങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു പ്രവർത്തന ശേഷിക്ക് അംഗീകാരം ലഭിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന കഴിവുകൾക്ക് അംഗീകാരവും ആദരവും ലഭിക്കുന്ന ഒരു മാസമായിട്ട് ഈ ഒരു മാസം മാറും എന്നുള്ളതാണ്. പുതിയ ചില സൗഹൃദ ബന്ധങ്ങളൊക്കെ തന്നെ സ്ഥാപിക്കുവാൻ ഈ ഒരു മാസത്തിൽ സാധിക്കും. ചില അപരിചിതരെയൊക്കെ കണ്ടുമുട്ടാനും അവരിൽ നിന്ന് സഹായങ്ങൾ, നേട്ടങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സൗഹൃദം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തൊഴിൽ രംഗത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വില ലഭിക്കും എന്നുള്ളതാണ്. തൊഴിൽ നേട്ടമുണ്ടാകും. തൊഴിൽ തിരയുന്നവർക്ക് പുതിയ തൊഴിൽ ലഭിക്കും. അതുപോലെ തന്നെ നിലവിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾക്കൊരു ആദരവും ബഹുമാനവും ലഭിക്കും എന്നുള്ളതാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ പോയ മാസങ്ങളെക്കാൾ വലിയ പുരോഗതി ഈ ഒരു മേടമാസത്തിൽ ചിങ്ങക്കൂറുകാർക്ക് അല്ലെങ്കിൽ ചിങ്ങരാശിക്കാർക്ക്, അതിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വന്നു ചേരും എന്നുള്ളതാണ്. എന്നാൽ ആരോഗ്യകാര്യത്തിൽ ഒരല്പം ശ്രദ്ധ ചിങ്ങരാശിക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു മാസത്തിൽ പ്രധാനമായിട്ട്
നിങ്ങളുടെ വ്യക്തിപരമായ കഴിവ് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന ചില സ്വഭാവങ്ങളോ കഴിവുകളോ ഗുണങ്ങളോ ഒക്കെ കൊണ്ട് നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ഈ മാസം നേടുവാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുമെങ്കിൽ ഈ ഒരു മാസം നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. സമയം, അതുപോലെ മറ്റ് ഗ്രഹങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് അനുകൂലമായ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അടുത്തത് കന്യരാശിയുടെ ഫലമാണ്. ഉത്രമുക്കാല്, അത്തം, ചിത്തിര അര ചേരുന്ന ആ ഒരു രാശിയാണ് കന്യരാശി എന്ന് പറയുന്നത്. ഈ മാസം കന്യരാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവരുടെ തൊഴിൽ രംഗമാണ്. തൊഴിൽ രംഗത്ത് കൂടുതൽ ശ്രദ്ധയും കൃത്യതയും നിങ്ങൾ പാലിക്കുക. അതുപോലെ തന്നെ സഹപ്രവർത്തകരുമായിട്ട് ബന്ധം നിലനിർത്തുക. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തേണ്ടുന്ന ഒരു സമയമാണ്. അനാവശ്യമായിട്ട് ധനം ചിലവഴിക്കാതിരിക്കാം. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആർക്കും ധനം കടം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ പാഴ്ചിലവുകൾ നിങ്ങൾ ഒഴിവാക്കുക. ആരോഗ്യപരമായ കാര്യങ്ങളിലും ശ്രദ്ധ കന്യരാശിക്കാർക്ക് ഉണ്ടാകണം. വ്യായാമം പതിവാക്കണം. കന്യരാശിക്കാർക്ക് ഈ മാസം ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഗൃഹനിർമ്മാണമൊക്കെ ആരംഭിക്കുവാൻ ഈ ഒരു മാസം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കുറേ കാലമായിട്ട് ഈ തടസ്സപ്പെട്ട് കിടന്നിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ പൂർത്തീകരിക്കാനും ആ തടസ്സങ്ങളൊക്കെ നീങ്ങി പുനർനിർമ്മാണ വേളകളിലേക്ക് കടക്കാനും ഈ ഒരു മാസം സാധിക്കും. അത്തരത്തിൽ ധനച്ചിലവ് ഉണ്ടാകുന്ന സന്ദർഭത്തിൽ നിങ്ങൾ കൃത്യമായ കണക്കോട് കൂടിയിട്ട് ധനപരമായ കാര്യങ്ങൾ വ്യയം ചെയ്യുക എന്നുള്ളതാണ്. അടുത്തത് തുലാരാശിയാണ്. ചിത്തിര അവസാന അര, ചോതി, വിശാഖം മുക്കാല് ചേരുന്ന രാശിയാണ് തുലാരാശി. ഈ മാസം തുലാരാശിക്കാർ ശ്രദ്ധിക്കേണ്ടത് ബന്ധങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും വിട്ടുവീഴ്ചയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സുഹൃത്തുക്കളുമായിട്ടും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ സൂക്ഷ്മതയും ശ്രദ്ധയും പുലർത്തിക്കൊണ്ട് മാത്രം സാമ്പത്തിക കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങുക അല്ലെങ്കിൽ വിനിമയം ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ പുതിയ നിക്ഷേപങ്ങൾക്ക് ഈ ഒരു മാസം ഒഴിവാക്കുകയാണ് തുലാരാശിക്കാർ നല്ലത്. ആരോഗ്യപരമായ കാര്യങ്ങളിലും പ്രത്യേകം ഒരു ശ്രദ്ധ പുലർത്തേണ്ടതാണ്. പിന്നെ നയപരമായ സംസാരത്തിലൂടെയും വിട്ടുവീഴ്ച മനോഭാവത്തിലൂടെയും ബന്ധങ്ങളിലും സൗഹൃദങ്ങളിലും ചില നേട്ടങ്ങൾ കൈവരിക്കുവാൻ ഈ ഒരു മാസം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അത്തരത്തിൽ സുഹൃത്തുക്കളിൽ നിന്നോ നിങ്ങളുടെ ബന്ധുക്കളിൽ നിന്നോ നിങ്ങൾക്ക് ചില നേട്ടങ്ങളും ഭാഗ്യങ്ങളും വന്നു ചേരും. അടുത്തത് വൃശ്ചിക രാശിയാണ്. വിശാഖം അവസാന കാല്, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ ചേരുന്നതാണ് വൃശ്ചിക രാശി. ഈ മാസം പുതിയ ലക്ഷ്യങ്ങൾക്കായിട്ട് വൃശ്ചിക രാശിക്കാർക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുകയും ആ ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിക്കും എന്നുള്ളതും ഫലം പറയുന്നുണ്ട്. കുടുംബത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ കൂടുതലായി ഉണ്ടാകും. പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തുക. വ്യായാമം നിങ്ങൾ ആരംഭിക്കുക. ഈ ഒരു മാസം ആത്മവിശ്വാസവും കഠിനാധ്വാനവും കൊണ്ട് നിങ്ങൾ നേടിയെടുക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നേടിയെടുക്കാൻ സാധിക്കും. അത്തരത്തിൽ അനുകൂലമായ ഒരു മാസമായിട്ടാണ് വൃശ്ചിക രാശിക്കാർക്ക് ഈ മേടമാസഫലം പറയുന്നത്. അടുത്തതായിട്ട് ധനുരാശിയാണ്. മൂലം, പൂരാടം, ഉത്രാടം അവസാന കാല് വരുന്ന ധനുരാശി. ധനുരാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു മാസം, ഈ മേടമാസം പലവിധ യാത്രകൾ ചെയ്യാനും പുതുതായ ആളുകളുമായി ബന്ധം സ്ഥാപിക്കുവാനും നിങ്ങൾക്ക് അവസരങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. തൊഴിലുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ വിനോദത്തിന് വേണ്ടിയിട്ടോ ഒക്കെയുള്ള യാത്രകൾക്ക് ഈ ഒരു മാസം അവസരം ലഭിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് പുതിയ ചില മാറ്റങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും കൃത്യതയും പാലിക്കുവാനും അനാവശ്യ ചെലവുകളെ നിയന്ത്രിക്കുവാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ധനം ദുർവ്യയം ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുക. അനാവശ്യമായിട്ടുള്ള ചെലവുകൾ ഒരു കാരണവശാലും നടത്താതിരിക്കാം. ധനം കടം കൊടുക്കാതിരിക്കാം. പിന്നെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഒരല്പം ശ്രദ്ധയും പുലർത്തേണ്ടതാണ്. ഈ ഒരു മാസം നിങ്ങൾക്ക് ചില പുതിയ അവസരങ്ങൾ എന്നാൽ വന്നെത്തുകയും അത് നിങ്ങളുടെ കരിയറിൽ മുന്നേറ്റം നടത്താൻ കാരണമായി തീരുകയും
ചെയ്യും എന്നുള്ളതാണ്. അടുത്തത് മകരം രാശിയാണ്. ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര ചേരുന്ന രാശിയാണ് മകരം രാശി എന്ന് പറയുന്നത്. തൊഴിൽപരമായ കാര്യത്തിൽ കൂടുതൽ ഉത്തരവാദിത്വം കൈവന്നു ചേരുന്ന ഒരു മാസമായി മേടമാസം മകരരാശിക്കാർക്ക് മാറുന്നതാണ്. തൊഴിൽ രംഗത്ത് കൂടുതൽ ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വരും. അതുപോലെ തന്നെ കൂടുതൽ സമയം ജോലിക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടതായ ഒരു അവസ്ഥയും ഈ ഒരു മാസം വന്നേക്കാം. അതുപോലെ തൊഴിലില്ലാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ തൊഴിലിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് അനുകൂലമായ ചില അറിയിപ്പുകളും ചില നിർദ്ദേശങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇനി സാമ്പത്തികപരമായ കാര്യത്തിൽ ഒരല്പം ശ്രദ്ധയും കരുതലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ ഇടപെടുന്ന സന്ദർഭത്തിൽ നല്ല രീതിയിൽ ഇടപെടാനായിട്ട് ശ്രദ്ധിക്കുക. ആരോഗ്യകാര്യത്തിലും അല്പം ശ്രദ്ധ വേണ്ടതാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും ക്ഷമയും ആവശ്യമാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ തൊഴിൽപരമായ രംഗത്ത് ആ ഒരു ശ്രദ്ധ നിലനിർത്തുന്നത് നിങ്ങൾക്ക് നേട്ടമായിട്ട് മാറുന്നതാണ്. ഈ ഒരു മാസം പൊതുവിൽ നിങ്ങൾ കഠിനാധ്വാനത്തിലൂടെ അതുപോലെ സ്ഥിരോത്സാഹത്തിലൂടെ സാമ്പത്തികപരമായ ഒരു സ്ഥിരത കൈവരിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. അടുത്തതായി കുംഭരാശിയാണ്. അവിട്ടത്തര, ചതയം, പൂരുട്ടാതി, മുക്കാല് ചേരുന്ന നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന രാശിയാണ് കുംഭരാശി എന്ന് പറയുന്നത്. ഈ ഒരു മാസം ചില പുതിയ ആശയങ്ങൾ രൂപപ്പെടുത്താനും ആ ആശയങ്ങളിലൂടെ നിങ്ങളുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് നല്ല ബന്ധം പുലർത്തുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സുഹൃത്തുക്കളെ പിണക്കാതിരിക്കുക, അവരുമായി വഴക്കിടാതിരിക്കുക. സാമ്പത്തികപരമായി ചില ഇടപാടുകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതായിരിക്കും ഉചിതം. പ്രത്യേകിച്ച് മറ്റൊരാളുടെ സാമ്പത്തിക ബാധ്യതയിൽ മധ്യസ്ഥത വഹിക്കുവാനോ ഉത്തരവാദിത്വം ഏൽക്കുവാനോ ഒന്നും തന്നെ നിങ്ങൾ പോകരുത്. ധനം ദുർവ്യയം ചെയ്യാതിരിക്കാം, കടം കൊടുക്കാതിരിക്കാം. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധയും വിവേകവും വെച്ച് പുലർത്തുക. പിന്നെ അനാവശ്യമായിട്ടുള്ള ഈ സംഭാഷണങ്ങളൊക്കെ തന്നെ ഒഴിവാക്കുക. ചിലപ്പോഴെങ്കിലും പല കാര്യങ്ങളിലും ചില ആശയക്കുഴപ്പങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യത പറയുന്നുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ മറ്റുള്ളവരിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. ഇനി ഈ ഒരു മാസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പുതിയ ആശയങ്ങളിലൂടെ നിങ്ങൾക്ക് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും ചില നേട്ടങ്ങൾക്കൊക്കെ തന്നെ സാധ്യത തെളിയുന്നുണ്ട്. ഒപ്പം തന്നെ സമൂഹത്തിൽ ചില അംഗീകാരങ്ങൾ, ചില നേട്ടങ്ങൾ ഇതൊക്കെ കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പൂരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന മീനരാശിയാണ് അടുത്തത്. ഈ മാസം ബന്ധങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും സ്നേഹവും കാണിക്കേണ്ട ഒരു മാസമാണ്. അതുപോലെ വാക്കുകൾ സൂക്ഷിച്ച് മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. ബന്ധുക്കളിൽ നിന്നും അടുത്ത സുഹൃത്തുക്കളിൽ നിന്നും ഒക്കെ തന്നെ ചില പിണക്കങ്ങൾ വരാൻ സാധ്യതയുള്ളത് കൃത്യമായി മനസ്സിലാക്കി അനുനയ സ്വരത്തിൽ അവരെല്ലാം ചേർത്ത് പിടിക്കുക. അതുപോലെ അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ആരോഗ്യകാര്യത്തിലും ശ്രദ്ധ ആവശ്യമാണ്. ഇത്തരത്തിൽ സമ്മിശ്രമായ അനുഭവങ്ങളാണ് ഈ മേട മാസത്തിൽ മീനക്കൂറുകാരെ കാത്തിരിക്കുന്നത്. പൊതുവിൽ ഈ മാസം നിങ്ങളുടെ സഹാനുഭൂതിയും സ്നേഹവും കൊണ്ട് മറ്റുള്ളവരുടെ പ്രീതി നിങ്ങൾക്ക് പിടിച്ചുപറ്റാൻ സാധിക്കും. അതിലൂടെ നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്.